അടുത്ത എത്ര കിട്ടി? 200/400. എത്ര കിട്ടി? 50. എന്താണ്? കേട്ടില്ല? ഒന്നുകൂടി പറഞ്ഞത് കേട്ടില്ല. മൂന്നാമത്തെ 50G എന്ന് കിട്ടും. നാലാമത്തെ എത്ര കിട്ടും? 50/4 എന്ന് പറഞ്ഞാൽ എത്ര? വീണ്ടും 5 × 10 50. 50/4 സ്ക്വയർ എത്ര ഉണ്ടാവും? 50 / 60 എന്നുള്ളൊരു ആൻസർ ഉണ്ടാവും. അത്രയും G ആയിരിക്കും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് എത്ര ഉണ്ടാവും? 5 × 10 50/1 50G തന്നെ. ഇത് 50G. ഓക്കെ, ഇത് എത്ര ഉണ്ടാവും? 10 × 20 200 / 1 സ്ക്വയർ 200G. ചിലർക്ക് G × 200 എന്നല്ലേ ഇതെന്റെ ഒന്നല്ലേ? X × 2 എന്ന് പറഞ്ഞാൽ 2x പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയല്ലേ? അതുപോലെ തന്നെ. ഓക്കെ, അടുത്തത് 50/15 / 2 എന്നുള്ളത് അതെന്താവും? ഡിവിഷനിലാണ്. 1/2 സ്ക്വയർ ഡിവിഷനിലാണ്. അപ്പൊ 1/2 സ്ക്വയറിലെ 2 സ്ക്വയർ മുകളിലോട്ട് പോകും. അപ്പൊ 50 × 4 200G തന്നെ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് അതിന്റെ അടിയത്തെ ആൻസേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതാ, what if the mass of both bodies are doubled? Okay, രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, M1 M2. M1 M2 ഇത് രണ്ടുപേരെയും മാസ് ആണല്ലോ. ഇപ്പൊ രണ്ടുപേരുടെയും മാസ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾസ് എടുക്കാം? എക്സാമ്പിൾ 1ഉം എക്സാമ്പിൾ 3ഉം എടുക്കാം. എക്സാമ്പിൾ 1ഉം എക്സാമ്പിൾ 3ഉം എടുക്കാം. ആണല്ലോ. അവിടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 2 ആണല്ലോ. ഓക്കെ, ഇവിടെയുള്ള മാസ് M1ന്റെ മാസ് 5, M2ന്റെ മാസ് 10. മൂന്നാമത്തേലോ 10 ആയി, മറ്റേത് 20. അതായത് ഡബിൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ ഒന്നാമത്തെ ഡബിൾ ചെയ്ത കേസ് ആണ് എന്ത്? തേർഡ്. ഇടയിലുള്ള ഡിസ്റ്റൻസിന് മാറ്റം ഉണ്ടാവും? ഇല്ല, ഡിസ്റ്റൻസ് സെയിം തന്നെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെയും മൂന്നാമത്തെ കേസ് എടുക്കാം. ഒന്നാമത്തെ ആൻസർ നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലെ? FG × 12.5, അതായത് 12.5G. മൂന്നാമത്തെ നമുക്ക് എത്ര കിട്ടി? 200/4 എന്ന് പറഞ്ഞാൽ 50G. ഇനി ചോദ്യം ഇതാണ്, ഈ 12.5Gയും 50Gയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? 12.5നോട് എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 50 കിട്ടും. ആർക്കെങ്കിലും പറയാൻ പറ്റും എക്സ് എന്താന്ന്? മക്കളെ വായ തുറന്ന് പറയുന്നത് എന്താ? കിടന്ന് ഉറങ്ങണ എല്ലാരും ഒന്നും മറുപടി ഉണ്ടാ? 12.5 12.5 ഇതിനോട് എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 50 ആവും. എന്തായിരിക്കും? × 4. 12.5നോട് × 4 ചെയ്താൽ നമുക്ക് 50 കിട്ടും. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ആ ലോജിക് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കാം. സലാഫ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം. സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഡബിൾ ചെയ്തപ്പോൾ 5 ഉള്ള എത്രയായി? 10 ആയി അല്ലെ? 10 ഉള്ള എത്രയായി? 20 ആയി. എങ്ങനെയാണ്? രണ്ടുപേരുടെയും ഡിസ്റ്റൻസ് നമ്മൾ മാറ്റിയില്ല, രണ്ടാളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് മാറ്റിയില്ല. അപ്പൊ മാസ് ഡബിൾ ചെയ്യുമ്പോൾ രണ്ടാളെ മാസും, M1ന്റെ മാസും M2ന്റെ മാസും ഡബിൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെയുള്ള ഫോഴ്സിന് 4 ടൈംസ് കൂടെ കുറെ ചെയ്ത് കൂടി. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ അത് ചെയ്ത് നോക്കായിട്ടാണ് എല്ലാവരും ഞാൻ തൊള്ളിയും പൊളിച്ച് നിൽക്കുന്നത്. ഇത് കൃത്യമായിട്ട് ആ വാല്യൂസ് നിങ്ങളെ കൈമല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം നോക്കി പറയാം. ഞാൻ പലതവണ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് പഠിച്ചു വരണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരും ചെയ്തിട്ടില്ല, 1-2 പേരുടെ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇതൊക്കെ.
എന്നിരുന്നാലും മാസ് ഡബിൾ ചെയ്താൽ പറഞ്ഞോളൂ. എന്താണ് എന്താണ് കേട്ടില്ല? ഈ ബോക്സിന്റെ ആൻസർ ആണോ സാർ പറഞ്ഞത്? ബോക്സിന്റെ ആൻസർ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് തുടക്കം പറഞ്ഞത് നിങ്ങളുടെ ഹോംവർക്ക് പറഞ്ഞതാണ്. അതിന്റെ അടിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. രണ്ട് പേരുടെ ഒബ്ജക്റ്റും അടിയിൽ ടേബിൾ 4.1 അടിയിൽ എടുത്ത് നോക്കിയ രണ്ട് ചോദ്യങ്ങളുണ്ട് അവിടെ. അതിന്റെ ആൻസർ ആണ് സാറ് പറയുന്നത്. ഓക്കെ, രണ്ടുപേരുടെയും മാസ് ഡബിൾ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോഴ്സ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ എന്റെ ഉത്തരായി നോക്കിയോ. അപ്പോ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. വാട്ട് ഇഫ് ദ മാസ് ഓഫ് ബോത്ത് ബോഡീസ് ആർ ഡബിൾഡ്? എന്താ സംഭവിക്കുക? ഫോഴ്സ് എത്ര ടൈംസ് കൂടും? ഫോഴ്സ് ഇൻക്രീസസ് 4 times. Force increases 4 times. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും മാസ് ഡബിൾ ചെയ്താൽ അവരുടെയുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും 4 ടൈംസ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഒന്നാമത്തതും മൂന്നാമത്തതും. ഓക്കെ, ഒന്നാമത്തെ മൂന്നാമത്തെ ഈ ടേബിളിൽ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കി വാല്യൂസിൽ എന്താണ് 12.5 ഉള്ളത് 50 ആയി മാറി. പറഞ്ഞോ. ഞാൻ പ്രോബ്ലംസ് അയച്ചെന്നീല്ലോ സാറിന്. അതിന്റെ ആൻസർ ഞാൻ പറയില്ലേ ശരിയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആൻസർ നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയാൻ വയ്യണ്ടേ? ആൻസേഴ്സ് ഒരു മാമല്ല 10 പേര് അയച്ചു തന്നിട്ടുണ്ട് എല്ലാവരും. അത് ഒന്നുകൂടെ എടുത്ത് നോക്കണം. അത് നിങ്ങൾ ആ വാല്യൂസ് നിങ്ങൾ എടുത്ത് നോക്കി, നിങ്ങളെ കൈമുള്ള വാല്യൂസ് ഒന്ന് എടുത്ത് നോക്കി, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി. അത് വേണം ഇപ്പൊ നമ്മളെ കൈമിൽ കേട്ടോ. അപ്പൊ 4 ഇതേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെയും മൂന്നാമത്തെയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്ത് ഫോഴ്സ് ഡബിൾ മാസ് ഡബിൾ ചെയ്തപ്പോൾ എന്തായി? 5 ഉള്ള 10 ആയി, 10 ഉള്ള 20. ഇടയിലുള്ള ഫോഴ്സ് ഡിസ്റ്റൻസിന് മാറ്റില്ല. അപ്പൊ ഫോഴ്സ് എത്ര ടൈംസ് കൂടി? 4 ടൈംസ് ഇൻക്രീസ് ആയി. 12.5 ഉള്ളത് 50 G ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോഡീസ് ഇസ് ഡബിൾഡ്? ഓക്കെ, രണ്ട് ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള, അതായത് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഒരാളെ മാസ് M1, മറ്റേ മാസ് M2. രണ്ടാളുടെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഇതേ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്തു, അത് 2D ആയെങ്കിൽ അവിടെ ഇടയിലുള്ള ഫോഴ്സിൽ എന്ത് സംഭവിക്കും എന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതെടുക്കാം? നമ്മളെ ഈ ബോക്സിലെ ഏതൊക്കെ എടുക്കാം? നമ്മൾ നോക്കി നോക്കി, ഒന്ന് ബുദ്ധി ഉപയോഗിക്കും. ഏതൊക്കെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം? മാസ് മാറരുത്, M1 M2 ഉള്ളത് സെയിം ആയിരിക്കും, പക്ഷെ ഡിസ്റ്റൻസ് ഡബിൾ ആവുന്ന എക്സാമ്പിൾ ഏതാ ഉള്ളത്? ഇതിലുണ്ട്. അഞ്ചാമത്തെ നോക്കും. അഞ്ചാമത്തെ എക്സാമ്പിൾ, അഞ്ചാമത്തെ കേസും ഒന്നാമത്തെ കേസും നോക്കും. എന്താ സംഭവം? നോക്കിയോട്ടു, ഇവിടെ കണ്ണൂർ നോക്ക്. അല്ലെങ്കിൽ 5 പോട്ടെ, അതിനെക്കാട്ടി എളുപ്പമുള്ള കണ്ടതാണ്. അങ്ങനെ ആയിക്കോട്ടെ, 5 1 തന്നെ ആയിക്കോട്ടെ. അതായിരിക്കും 5 1. ഈ രണ്ട് കേസ് നോക്കി, മാസുകൾ മാറുന്നുണ്ടോ? ഇല്ല. M1 ഉള്ളത് 5 തന്നെ, M2 10 ഉള്ളത് 10. പക്ഷെ ഡിസ്റ്റൻസ് നോക്കാം, അവരുടെ 1 ഉള്ള എന്തായി? ഡബിൾ ആയി 2 ആയി അല്ലെ? 1 ഉള്ളത് 2 ആയി. അപ്പൊ നമുക്ക് ഏതിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാ? രണ്ട് ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്യുന്ന എക്സാമ്പിൾ ആയിട്ട് പറയാം. അന്നേരം ഫോഴ്സസിന് എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 50 G തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ 50 G കിട്ടും. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഡബിൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 50 G ഉള്ളത് 12 G ആയിട്ട് കുറഞ്ഞു. അതായത് 4 ടൈംസ് എന്ത് ചെയ്തു? കുറഞ്ഞ ഫോഴ്സ്. എങ്ങനെ? രണ്ടാളെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡബിൾ ചെയ്താൽ, എന്ത് ചെയ്ത്? ഫോഴ്സ് 4 ടൈംസ് കുറയും. എങ്ങനെ 4 ടൈംസ് കുറഞ്ഞു? 2 സ്ക്വയർ എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇടയിലുള്ള ഡിസ്റ്റൻസ് 3 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്തെങ്കിൽ, 3 ടൈംസ് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ടൈംസ് ഫോഴ്സ് കുറയും? 3 സ്ക്വയർ ടൈംസ് ഫോഴ്സ് കുറയും.
അതായത് 9 ടൈംസ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്കറിയാം ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് കുറയും. രണ്ടാൾക്കാരുടെ ഡിസ്റ്റൻസ് കൂടുന്തോറും അവർ നമ്മളുടെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു നമുക്കറിയാം. ഓക്കെ, അപ്പൊ അവിടെ ഒരു സ്ക്വയറും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡി സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിസ്റ്റൻസ് അല്ലെ, ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സിന്റെ കുറയും. എത്ര? സ്ക്വയർ ആയിട്ടാണ് കുറയാ. ഉദാഹരണത്തിന് 2 ടൈംസ് ഡിസ്റ്റൻസ് കൂടി, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്ര ടൈംസ് കുറഞ്ഞിട്ടുണ്ടാവും? ഒന്ന് പറഞ്ഞു നോക്ക്. ഫോഴ്സ് എത്ര ടൈം കുറഞ്ഞിട്ടുണ്ടാവും? മക്കളെ ഒന്ന് പറഞ്ഞു നോക്ക്. 3 times. 3 ആണോ? 2 ടൈംസ് ഡിസ്റ്റൻസ് കൂടിയാൽ അതിന്റെ സ്ക്വയർ ടൈംസ് ഫോഴ്സ് കുറയും. അങ്ങനെയാണെങ്കിൽ എത്ര ടൈംസ് ആ ഫോഴ്സ് കുറയാ? 2 square. 2 സ്ക്വയർ എത്ര? 4. 4 ടൈംസ് കുറയും. അപ്പൊ 4 ടൈംസ് ഫോഴ്സ് കുറയും. ഇനി മറ്റൊരു എക്സാമ്പിൾ, രണ്ടാൾക്കാരുടെ ഡിസ്റ്റൻസ് 3 ടൈംസ് കൂടി. ഡിസ്റ്റൻസ് 3 ടൈംസ് കൂടി, അവരുടെയുള്ള ഫോഴ്സ് കൂടുകയോ കുറയോ? ഡിസ്റ്റൻസ് കൂടിയാൽ ഫോഴ്സ് കുറയും. കുറയും. അപ്പൊ എത്ര ടൈംസ് കുറഞ്ഞിട്ടുണ്ടാവും? 3 times. 3 square. 3 സ്ക്വയർ ടൈംസ് കുറഞ്ഞിട്ടുണ്ടാവും. 3 സ്ക്വയർ എത്ര? 9 ടൈംസ് ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. മറ്റൊരു എക്സാമ്പിൾ, രണ്ടാളുടെ ഡിസ്റ്റൻസ്, ഈ രണ്ടാൾക്കാരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്താക്കി? 4 ടൈംസ് കൂട്ടി. ഇടയിലുള്ള 4 ടൈംസ് ഞാൻ ഡിസ്റ്റൻസ് കൂട്ടി. ഫോഴ്സ് കൂടോ കുറയോ? ഡിസ്റ്റൻസ് കൂട്ടിയാൽ ഫോഴ്സ് കൂടോ കുറയോ? കുറയും. കുറയും. എത്ര ടൈംസ് കുറയും? 4 square times. 4 സ്ക്വയർ ടൈം. എത്രയാണോ ഡിസ്റ്റൻസ് കൂടി അതിന്റെ സ്ക്വയർ ടൈംസ്, അതായത് 16 ടൈംസ് ഫോഴ്സ് കുറയും. ഓക്കെ, ഇനി വേണം തിരിച്ചു പറയാം നമുക്ക്. രണ്ടാളുടെയുള്ള ഡിസ്റ്റൻസ് 2 ടൈംസ് കുറച്ച്, അതായത് ഹാഫ് ആക്കി. 2 ടൈംസ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ആക്കി എന്നല്ല അർത്ഥം. ടൈംസ് കൂട്ടാന്ന് പറഞ്ഞാൽ ഡബിൾ ചെയ്യാം. 2 ടൈംസ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഹാഫ് ആക്കുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കൂടുകയോ കുറയോ? ഡിസ്റ്റൻസ് കുറയുമ്പോ ഫോഴ്സ് കൂടുകയോ കുറയോ? കൂടും. എത്ര ടൈംസ് കൂടിയിട്ടുണ്ടാവും? 2 square times. 2 സ്ക്വയർ ടൈംസ് കൂടിയിട്ട്, അതായത് 4 ടൈംസ്. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്ട്സ് ഇവരുടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇവരുടെയുള്ള ഈ ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് കുറയും. തിരിച്ചു പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കുറയുന്തോറും ഫോഴ്സ് കൂടും. എങ്ങനെയാണ് വരിക? ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ടൈംസ് ആണ് കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും. ഉദാഹരണത്തിന് 3 ടൈംസ് ഇവരിടയിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ടാൾക്കാരുടെ ഡിസ്റ്റൻസ് ഞാന് 3 ടൈംസ് കുറച്ച്, അതായത് ഇവരെ അടുപ്പിച്ച്. അപ്പൊ 3 ടൈംസ് കുറഞ്ഞാൽ, ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഫോഴ്സ് എത്ര ടൈംസ് കൂടും? 9 ടൈംസ് കൂടും. അപ്പൊ അടുപ്പിക്കുമ്പോ ഫോഴ്സ് കൂടും, വിട്ട് പോകുമ്പോ ഡിസ്റ്റൻസ് ഫോഴ്സ് കുറയും. പക്ഷെ അവിടെ എന്തായിരിക്കും? സ്ക്വയർ ആയിട്ടായിരിക്കും. അതായത് 2 ടൈംസ് ഞാൻ അടുപ്പിച്ചാൽ 4 ടൈംസ് ഫോഴ്സ് കൂടും. ഓക്കെ, ഇനി 2 ടൈംസ് ഞാൻ ഇവരെ ഡിസ്റ്റൻസ് കൂട്ടിയാൽ 4 ടൈംസ് ഇവരുടെയുള്ള ഫോഴ്സ് കുറയും. ഓക്കെ ആണ്. പോരാതെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം, രണ്ടാളെ മാസും ഡബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ടൈംസ് ഫോഴ്സ്. ഓക്കെ, രണ്ടാളെ മാസും നമ്മൾ ഡബിൾ ചെയ്യുകയാണെങ്കിൽ 4 ടൈംസ് കൂടും. ഇനി ഏതെങ്കിലും ഒരാളെ മാസ് മാത്രം ഡബിൾ ചെയ്യാണ്. ഉദാഹരണത്തിന് ഒന്നാമത്തെ കേസും രണ്ടാമത്തെ കേസും നോക്കാം. ഓക്കെ, മാസുകൾ നോക്ക്. M1 ഡബിൾ ആയിട്ടുണ്ട് അല്ലെ, 5 ഉള്ളത് 10 ആയിട്ടുണ്ട്. M2 മാറ്റണ്ടോ? ഇല്ല, 10 ഉള്ളത് 10 ആയിട്ടുണ്ട്. രണ്ടാളുടെ ഡിസ്റ്റൻസും സെയിം. ഇവിടെ എത്ര വന്ന് 25 G. നമുക്കറിയാം 12.5ന്റെ ഡബിൾ ആണെന്ത്? 25 G.
അപ്പൊ മാസ് ഡബിൾ ചെയ്തപ്പോൾ നോക്കിയോ, കണ്ണുറന്ന് നോക്കി, മാസ് ഡബിൾ ചെയ്തു, ഒരാളെ മാസ് മാത്രം ഡബിൾ ചെയ്തപ്പോൾ ഇടയിലുള്ള ഫോഴ്സും എന്തായി, ഡബിൾ ആയി, 2 ടൈംസ് ആയി അല്ലെ. 12.5 25 G. ഓക്കെ, എന്നാൽ രണ്ടാളെ മാസും ഡബിൾ ചെയ്തു, രണ്ടാളെ മാസും ഡബിൾ ചെയ്തു. ഇതാ ഈ എക്സാമ്പിൾ 1 ഉം 3 അല്ലെ, ഡിസ്റ്റൻസുകൾ മാറ്റില്ല. അപ്പൊ ഇത് എത്ര വന്ന് 50, 12.5 എത്ര ടൈംസ് കൂടി, 4 ടൈംസ് ഫോഴ്സ് കൂടി. അപ്പൊ നമ്മൾ അതിന് പറയാം, ഏതെങ്കിലും ഒരാളെ മാസ് കൂടുകയാണെങ്കിൽ, ഒരാളെ മാസ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഫോഴ്സും ഡബിൾ ചെയ്യും, രണ്ടാളെ മാസ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ 4 ടൈംസ് ഫോഴ്സ് കൂടും. ഓക്കെ ആണോ? അപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ അതിന്റെ അടിയിലുണ്ട്. ഞാൻ പറഞ്ഞ ഇതിന്റെ ബോക്സ് നല്ല വൃത്തിക്ക് മനസ്സിലായാൽ, അതിന്റെ കാൽക്കുലേഷൻ സ്വന്തമായിട്ട് ചെയ്താൽ, അതിന്റെ കോപ്പി അടിക്കുക സ്വന്തമായിട്ട് ചെയ്താൽ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും കേട്ടോ. ഇപ്പൊ ഈ ചോദ്യങ്ങളുടെ ഉത്തരക്കൊക്കെ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്ക്. The two bodies are at a specific distance so to attract each other. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. How many times will the mutual force of attraction be if mass of one of them is doubled? ഉത്തരം പറഞ്ഞത് ഇപ്പം പറഞ്ഞോളൂ. ഒരാളെ മാസ് കൂട്ടുകയാണെങ്കിൽ ഫോഴ്സ് കൂടുകയോ കുറയോ? ഫോഴ്സ് ഫോഴ്സ് കൂടും. എത്ര? ഒരാളതാണെങ്കിൽ 2 ടൈംസ് കൂടും. ഓക്കെ, ഇനിയിപ്പോ രണ്ടാളെ രണ്ടാൾക്കാർക്കും ഡബിൾ ചെയ്താൽ എന്ത് ചെയ്യും? 4 ടൈംസ് കൂടും. ഓക്കെ, ഇനി അടുത്ത്, വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡി ഈസ് ഡബിൾഡ്? ഡിസ്റ്റൻസ് 2 ടൈംസ് കൂട്ടി, ഫോഴ്സ് എത്ര ടൈംസ് കുറയും? 4 ടൈംസ്. 4 ടൈംസ്. എങ്ങനെ 4 വന്ന്? 2 സ്ക്വയർ ടൈംസ് കുറഞ്ഞു അല്ലെ. അടുത്ത്, what happens when the distance between bodies is halved? അതിനർത്ഥം എന്താ? ഹാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈംസ് ഡിസ്റ്റൻസ് കുറയ്ക്കുക ചെയ്ത്. അപ്പൊ 2 ടൈംസ് ഡിസ്റ്റൻസ് കുറച്ചാൽ ഫോഴ്സിന് എന്താ സംഭവിക്കുക? 2 സ്ക്വയർ ടൈംസ് കൂടും. 2 സ്ക്വയർ ടൈംസ് കൂടും. 4 ടൈംസ്. ഓക്കെ ആണോ? അടുത്ത്, വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ഇസ് മെയ്ഡ് 1/4? മെയ്ഡ് 1/4 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിസ്റ്റൻസ് 4/1 കുറച്ച്, അതായത് 4 ടൈംസ് എന്ത് ചെയ്ത് ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പൊ ഫോഴ്സ് എത്ര ടൈം കൂടും? ഫോഴ്സ് എത്ര ടൈം കൂടും? 16 ടൈംസ് കൂടും. 16 ടൈംസ് ഫോഴ്സ്. അപ്പൊ ഈ ചോദ്യങ്ങളിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും ചോദ്യം എക്സാമിന് വരും. ഈ ഇക്വേഷനും ഇതുപോലത്തെ ടേബിൾ, ചിലപ്പോൾ ടേബിൾ ഫില്ല് ചെയ്യേണ്ടാവും, എന്നിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താണ്ടാവും. അപ്പൊ ഇതേപോലെ ചോദ്യങ്ങൾ ഒരുപാട് തവണ നിങ്ങൾക്ക് വന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. സംഭവം സിമ്പിൾ ആണ്. ഡൗട്ട് ഉള്ളവര് ലാസ്റ്റ് ക്ലാസ്സിന്റെ ആ വീഡിയോസ് ഒന്ന് കാണാം. അപ്ലോഡ് ചെയ്തിട്ടില്ല, ഒന്ന് അപ്ലോഡ് ചെയ്യും, അത് കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യും, ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും, ഒന്ന് കാണാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഒരു സിമ്പിൾ ചോദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ പറഞ്ഞേ? A child of mass 40 kilogram is sitting at a distance 1 meter from another child of mass 50 kilogram. അതായത് രണ്ടാൾക്കാരെ മാസ്, രണ്ടാൾക്കാർ അല്ലെ, 2 കുട്ടികൾ, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഏതെങ്കിലും 2 കുട്ടികൾ 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് അവർ ഇരിക്കുന്നത്. എന്താണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ലോ പ്രകാരം പറഞ്ഞത്? ഒന്നാമത്തെ കുട്ടി രണ്ടാമത്തെ അല്ലെ, ഇയാൾ അങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇയാൾ ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, നമുക്കറിയാം. അതാണ് ന്യൂട്ടൺ പറഞ്ഞത്. അപ്പൊ രണ്ടാളെ മാസ് വന്നിട്ട്, അപ്പൊ രണ്ടാളുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണാനാ പറഞ്ഞത്. നമുക്കറിയാം M1 നമുക്ക് 40, M2 50, ഡിസ്റ്റൻസ് എത്ര? D 1 മീറ്റർ ആണല്ലോ. നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ? F = G M1 M2 ഡിവൈഡഡ് ബൈ T സ്ക്വയർ ആണല്ലോ. ജിന്റെ വാല്യൂ ഞാൻ പറഞ്ഞ എല്ലാ പ്രോബ്ലത്തിലും ഇത് തന്നെയാണ്, അത് എവിടെ പോയാലും മാറില്ല. അത് കോൺസ്റ്റന്റ് ആ 6.67 × 10⁻11. പിന്നെ അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണല്ലോ. ഇക്വേഷൻ നമ്മളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ. ഈ ജിന്റെ സ്ഥാനത്ത് ഈ 6.67 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, M1ന്റെ സ്ഥാനത്ത് ഈ 40, M2ന്റെ സ്ഥാനത്ത് ഈ 50, ഡിന്റെ സ്ഥാനത്ത് അല്ലെ D സ്ക്വയർ എന്നുള്ള ഡിയുടെ സ്ഥാനത്ത് 1. ഓക്കെ, അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യൊന്നും വേണ്ട, നിങ്ങൾക്ക് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വരും. 6.67 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻ ഒക്കെ വരും. വലിയ ബുദ്ധിമുട്ടില്ല, ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചെയ്ത് ഉത്തരം കിട്ടണം നമുക്ക് എത്ര ആയിരിക്കും? ഇതാ ഇങ്ങനെ കിട്ടും, 1.334 into 10⁻⁻7. 10⁻⁻7 എന്ന് പറഞ്ഞാൽ വലുതാണോ ചെറുതാണോ? വലിയ കാര്യമാണ്, ചെറിയ കാര്യമാണ്. 10⁻⁻7 എന്ന് പറഞ്ഞു നോക്ക്. ചെറുത്. എന്തുകൊണ്ടാ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര?
100. 10⁻² എന്ന് പറഞ്ഞാൽ എത്ര അറിയോ? 1/100 ആ. 1/100 എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കാട്ടി ചെറുതല്ലേ? ഇനി 10³ എന്ന് പറഞ്ഞാൽ എത്ര? 1000. 10⁻³ എന്ന് പറഞ്ഞാൽ എത്ര? 1/1000. അതായത് ഒന്നിനെക്കാട്ടിയും ചെറുതാ. അപ്പൊ 10⁻⁻7 എന്ന് പറഞ്ഞാൽ 1/1 കഴിഞ്ഞിട്ട് 7 0. ഓക്കെ, അതായത് വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പൊ അതിനർത്ഥം ഇവിടെ ഉള്ള ഫോഴ്സ് എന്താണ്? വളരെ ചെറിയ ഫോഴ്സ് ആണ്. അതിനെ നമ്മളില്ലേ ആരാ മൈക്ക് ഓൺ ആക്കിയത്? മൈക്ക് ഒന്ന് ഓഫ് ആക്കിയാൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതായത് വളരെ ചെറിയ വാല്യൂ ആണ് അല്ലെ? അപ്പൊ അതിന് നമ്മൾ ഡെസിമലിലേക്ക് ആക്കി. അപ്പൊ കിട്ടിയ ഫോഴ്സ് എത്ര? അപ്പൊ ഒരു 50 കിലോ ഉള്ള കുട്ടിയും ഒരു 50 കിലോ ഉള്ള കുട്ടിയും ഒരു 40 കിലോ ഉള്ള കുട്ടിയും 40 50 ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ. അപ്പോ ഇവര് തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഇതാ ഫോഴ്സ് ഇതാ. ഇത് ഒന്നിനെക്കാട്ടി വലുതാണോ ചെറുതാണോ? ഒന്ന് നോക്കിട്ട് പറഞ്ഞേ. കണ്ടിട്ട് എന്താ തോന്നുന്നത്? ചെറുതാണ്. അതിനെക്കാട്ടി വളരെ 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 ചെറുതാണ് അല്ലെ? 0.0000 അല്ലെ? കുറച്ച് അല്ലെ? നല്ല ചെറുതാണ്. അതിനർത്ഥം എന്താണ്? ഫോഴ്സ് വളരെ ചെറുത്. അതായത് നിങ്ങൾ പലർക്കും മുമ്പ് ഒന്ന് തോന്നിയ സംശയമാണ് അല്ലെ? നമ്മൾ പറഞ്ഞപ്പോ നിങ്ങളിപ്പോ സാറ് വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലും ഉണ്ട്. അപ്പൊ സാറും നിങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നുണ്ട് ന്യൂട്ടന്റെ ലോ പ്രകാരം. സാറെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ അങ്ങോട്ടും പിടിച്ചു വലിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ അങ്ങോട്ടും പിടിച്ചു വലിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടും വരുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ടും വരില്ല. മാഗ്നറ്റും ആണിയെ കൊട്ടുന്ന പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നില്ല. അല്ലെങ്കിൽ ഭൂമി ചുറ്റുള്ള ആളെ വലിക്കുന്ന പോലെ ഒന്നും പോകണില്ല. അപ്പൊ അതിന് കാരണം അതിൽ തന്നെ ഉണ്ട്. ഒരു 40 കിലോഗ്രാം ഉള്ള ഒരാളും 50 കിലോഗ്രാം ഉള്ള ആൾക്കാരും. അതായത് സാധാരണ നമ്മൾ രണ്ട് സാധാരണ ആൾക്കാർ അടുത്ത് നിന്നാൽ 1 മീറ്റർ ഡിസ്റ്റൻസ് ആണ്, വലിയ ദൂരം ഒന്നല്ല അല്ലെ? അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ഇടയിലുള്ള ഫോഴ്സ് എന്താണ്? വളരെ ചെറിയ ഫോഴ്സാണ്. നമ്മളൊരു ബോള് അടിക്കുമ്പം വരെ, ഒരു ബോള് ബാറ്റ് കൊണ്ട് അല്ലെ കൈ കൊണ്ട് അടിക്കുമ്പം വരെ അതിന് ഒരു 10-30 ന്യൂട്ടൺ ഉണ്ടാവും. ഒരു വെറുതെ ഒരു നമ്മുടെ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ വെറുതെ കൈ കൊണ്ട് മെല്ലെ തല്ലുന്ന സമയത്ത് തന്നെ 10-30 ന്യൂട്ടൺ മിനിമം ഉണ്ടാവും. അപ്പൊ ഇത് വെച്ച് നോക്ക്, ഇത് വലിയ ഫോഴ്സ് ആണ്. അപ്പൊ വളരെ വളരെ ചെറിയ ഫോഴ്സ് ആണ്. അപ്പൊ അതെന്താണ്? വെരി വീക്ക് ഫോഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഭയങ്കര വീക്ക് ഫോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാത്തത്. അതായത് ഈ വീട്ടിലിരിക്കണ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരാത്തത്, നിങ്ങൾ ഇങ്ങോട്ട് വരാത്തത്. ഓക്കെ ആണോ? അപ്പൊ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വീക്ക് ഫോഴ്സ് ആണ്. മനസ്സിലാക്കുക. പലർക്കും അന്ന് പറഞ്ഞ ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ചങ്ങനാശ്ശേരി അടുത്ത് ഇരിക്കുന്ന നിങ്ങളും ചൊവ്വാഗ്രഹത്തിലുള്ള ചൊവ്വയിലോ സൂര്യനിലോ അവിടെ ഉള്ള വേറെ ഏതെങ്കിലും ഒരു കല്ലുണ്ട്. ആ കല്ല് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ കല്ലിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ചിലർക്ക് തോന്നും പിന്നെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോകണ്ടേ, അയാൾ ഇങ്ങോട്ട് വരണ്ടേന്നൊക്കെ തോന്നും. ഫോഴ്സ് ഉണ്ട്, പക്ഷെ എന്താ? വളരെ വീക്കാ. ഒരു 40-50 കിലോഗ്രാം ഉള്ള രണ്ടാൾക്കാര് വളരെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള തന്നെ ഫോഴ്സ് നോക്കി. ഒരു 40-50 കിലോഗ്രാം ഉള്ള ഒരാൾക്കാര് അടുത്ത് നിൽക്കുന്ന സമയത്ത് കണ്ട ഫോഴ്സ് ഉണ്ടോ? വളരെ ചെറുതാണ്. അതിനർത്ഥം ഒന്നെങ്കിൽ വളരെ വളരെ വലിയ മാസുള്ള രണ്ട് ഒബ്ജക്റ്റുകളാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര മാസം നമുക്ക് ഇവിടെ ഉള്ള ആനൊന്നല്ല, ഈ ഭൂമി, മിനിമം ഒരു ഭൂമി അത്രയെങ്കിലും വലുപ്പമാണോ? ഓക്കെ, അപ്പൊ അത്രയും മാസുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അയാളെ അങ്ങോട്ട് വലിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഭൂമിയും നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മള് ഭൂമിന്റെ അല്ലെ കുറച്ചൊരു ഒരു എയറിന്റെ കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ബോള് അല്ലെ, കമ്പയർ ചെയ്യുമ്പോ എന്താ? വളരെ വലിയ മാസ് ആയിരിക്കും. അപ്പൊ ഇവര് തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഈ ഭൂമി എന്ത് ചെയ്യും? ഈ ആപ്പിളിനെ അല്ലെങ്കിൽ ബോളിനെ ഭൂമിയിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോ പരസ്പരം അട്രാക്ട് ചെയ്ത് നമുക്ക് കാണുന്ന രീതിയിൽ, നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ അട്രാക്ഷൻ നടന്ന ഒരു ഒബ്ജക്റ്റിന് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തുമായിരിക്കണം? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് വെരി ഹൈ ആയിരിക്കണം. അതായത് എക്സാമ്പിൾ പ്ലാനറ്റ് ഒക്കെ കാണും. ഇവിടുത്തെ ഭൂമിത്തെ വേറെ ഒബ്ജക്ട്സ് ഒന്നും അതിനും ഭൂമിനെ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ് ഭൂമിയുടെ ചുറ്റുപാടുള്ള മറ്റ് ഒബ്ജക്ട്സിനെ ഭൂമിയിലേക്ക് വലിക്കാൻ സാധിക്കുന്നത്. ഭൂമിന്റെ അത്രയൊക്കെ മാസ് ഉണ്ടായാലേ കാര്യമുള്ളൂ. ഓക്കെ ആണോ? അതുപോലെ തന്നെയാണ് സൂര്യൻ. നമുക്കറിയാം സൂര്യൻ അല്ലെ, സൂര്യന് നമ്മളെല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഭൂമിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത്. അതിനർത്ഥം എന്താണ്? സൂര്യന് ഭൂമിനെ കാട്ടി എത്രയോ ഇരട്ടി വലിയ ആളാ. അപ്പോ സൂര്യൻ ശരിക്കും അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ഓക്കെ ആണോ? അപ്പോ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോ ഈ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. നോക്കട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. അതിന്റെ ആൻസേഴ്സ് മനസ്സിൽ കണ്ടെത്താൻ നോക്കുക. രസകരമായ ഭാഗമാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലെ, അതൊന്ന് സ്വന്തമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? അപ്പോൾ സംശയമുള്ളവർ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം.